ഡോക്ടർ എൽസി ഇപ്പോൾ വാളയാർ കുഞ്ഞുങ്ങളുടെ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഒരു ഡോക്ടറുടേതാണെന്ന് തോന്നുന്നു. അന്നൊരു കുറിപ്പ് വായിച്ചിരുന്നു. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വൈകൃതങ്ങൾക്കിരയാകുമ്പോൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന, അവരുടെ മനസ്സിൽ സംഭവിക്കുന്നത് എന്തായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു. അന്ന് കേരള സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണത്. ഇത്രയധികം പീഡനങ്ങൾ, ഇത്രയധികം ക്രൂരത, വേദന ഇതൊക്കെ അനുഭവിച്ചു പോകുന്ന കുഞ്ഞുങ്ങളോട് നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നീതി? എങ്ങനെയാണ് നമ്മളിത് പൊറുക്കുക? സാധാരണഗതിയിൽ ഒരു ലൈംഗിക അതിക്രമത്തിന് ഒരു കുട്ടി ഇരയാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 90% കേസിലും അത് പരിചയം ഉള്ള ആ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം. ഒരുപക്ഷെ ഉറ്റ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം, സ്വന്തം വീട്ടിലുള്ളവരായിരിക്കാം. പലപ്പോഴും അരക്ഷിതമായിട്ടുള്ള ഒരു ബാല്യകാലമുള്ള കുട്ടികൾക്ക് ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാകാറുണ്ട്. ഇപ്പോൾ തന്നെ ഇതൊരു കൊലപാതകത്തിൽ അവസാനിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പീഡനം വെളിയിൽ വരുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഇങ്ങനെ അങ്ങ് മറഞ്ഞു പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പെരുമാറ്റ വൈകല്യമോ മറ്റെന്തെങ്കിലും പ്രശ്നമോ വരുമ്പോൾ മാത്രം ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ ആ സമയത്ത് അതും ബിലോ 18 ആണെങ്കിൽ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഒരു പോക്സോ കേസായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യും. അപ്പൊ സാധാരണ ഒരു പോക്സോ കേസായിട്ട് ഇത് ചുരുങ്ങി പോവുകയും ചെയ്യും. ചിലപ്പോൾ അത് ആ കുറ്റവാളി ആരാണോ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഈ പീഡനത്തിനിരയായ കുട്ടികൾ അവരുടെ പ്രായം അനുസരിച്ചിട്ടാണ് അവർക്ക് എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വരുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് പ്രശ്നങ്ങളാണ് വരുന്നത് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രായം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ പീഡോഫീലിയ തന്നെയാണ്. ലൈംഗിക വൈകൃത സ്വഭാവം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത, യൗവനപ്രാപ്തിയാകാത്ത കുട്ടികളോടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതൊരു അനിയന്ത്രിതമായിട്ടുള്ള ത്വരയാണ്. അത് വൈകൃത സ്വഭാവം തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ തലച്ചോറും ആ രീതിയിൽ സെറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ അത്തരമൊരു വൈകൃത സ്വഭാവം ഈ കൂട്ടർ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രായം കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ താൻ ലൈംഗിക വൈകൃതത്തിന് ഇരയായി അല്ലെങ്കിൽ തന്നെ ആക്രമിക്കുന്നു, ഈ തരത്തിൽ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് പോലും ആ കുട്ടിക്ക് ഉണ്ടാകണമെന്നില്ല. എന്തോ സംഭവിക്കുന്നു എന്നുള്ള നിലയിലായിരിക്കാം. പ്രത്യേകിച്ചും പരിചയമുള്ള ആളാകുമ്പോൾ ആ ആളുമായിട്ട് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ അടുപ്പം ആ കുട്ടിക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ചും അച്ഛനമ്മയുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് കുറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സങ്കീർണമായ സാഹചര്യമോ അഗ്രസീവായിട്ടുള്ള സാഹചര്യമോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളപ്പോൾ അത്തരം കുട്ടികൾക്ക് ആരെങ്കിലും ഒരു സ്നേഹം കൊടുക്കുമ്പോൾ അവരോടുള്ള അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വരാനുള്ള ഒരു സാധ്യത സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഇത്തരം പീഡോഫൈൽസ് ചെയ്യാറുള്ളത്. ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യം എവിടെയുണ്ടോ അതിനെ ചൂഷണം ചെയ്ത് ആ കുട്ടികളുടെ അവരുടെ ഒരു സഹവാസം ആ തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ആ തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തോ സംഭവിച്ചു എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും സാധാരണഗതിയിൽ 6 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുക. ആ കുട്ടി ഒരു പക്ഷേ സഹകരിച്ചെന്നും വരാം. കാരണം എന്താണ് സംഭവിക്കുന്നത്, ഇതൊരു മോശം കാര്യമാണെന്നോ അല്ലെങ്കിൽ അതിക്രമമാണെന്നോ പോലും ഒരു പക്ഷേ തിരിച്ചറിയണമെന്നും കൂടി ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഒരു കാലത്ത് ആ കുട്ടി തിരിച്ചറിയും. അതായത് ഇത് ഇങ്ങനെ ആയിരുന്നുവെന്നും താൻ ഇതുപോലെ ഇങ്ങനെ ഒരു അബ്യൂസിന് ഇരയായെന്നും റേപ്പിന് ഇരയായെന്നും ഒക്കെ ഒരു തിരിച്ചറിവ് വരുമ്പോൾ, അങ്ങനെ ആ ഒരു സാഹചര്യം വരുമ്പോൾ ആ കുട്ടിക്ക് വളരെയധികം ഒരു മാനസിക ഒരു സങ്കീർണാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം ചട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള താനൊരു മോശം കുട്ടിയാണെന്നുള്ളൊരു തോന്നല്, അങ്ങനെ ഒരു കുറ്റബോധം, എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല. കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ ബാഡ് ടച്ച് പഠിപ്പിച്ചു കൊടുക്കണം, അവരെ ഗുഡ് ടച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ അത് ഒരു പരിധി വരെ സാധ്യവുമാണ്. എന്നിരുന്നാൽ പോലും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇനി ശാരീരിക പരിശോധനകൾക്ക് കൂടി വിധേയമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡനം ഏറ്റിട്ടുണ്ടോ എന്നുള്ള വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ നമ്മളിത് എങ്ങനെയാണ് അറിയുക? ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഒരുപക്ഷെ സ്കൂളിൽ മാത്രമായിരിക്കും ആ കുഞ്ഞ് സമാധാനത്തോടെ സുരക്ഷിതത്വത്തോടെ ജീവിച്ചിട്ടുണ്ടാവുക. ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഡോക്ടർ എൽസി പറഞ്ഞത് ഒരു കൊലപാതകമായതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ആജീവനാന്ത കാലം നേരിടേണ്ടി വരുന്ന ഒരു വലിയ ട്രോമ ആ കുഞ്ഞ് ഏറ്റെടുക്കേണ്ടി വരും. എങ്ങനെ തിരിച്ചറിയും നമ്മളിത്? എന്താണ് അതിന് പരിഹാരം? സമൂഹത്തിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു സാഹചര്യം നോക്കിയാലും നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് പറയാം, ലൈംഗിക അതിക്രമത്തിന് ഒരു കുട്ടി ഇരയാകുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ സാഹചര്യം അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് പറയാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ചും ഈ ഇത് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ വിയേർഡായിട്ടുള്ള പല
പ്രശ്നങ്ങളുണ്ടായി. കയോട്ടിക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ കുട്ടിക്ക് ലഭിച്ചിരുന്നത്. ശാരീരിക ഉപദ്രവത്തിനും മാനസിക ഉപദ്രവത്തിനും ഇരയായി. ഇതിനൊക്കെയും തെളിവുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ ഒരു കുട്ടി ജനിച്ചപ്പോൾ മുതൽ തന്നെ ഉള്ളതാണെന്ന് ഏറെക്കുറെ അടുത്ത ബന്ധുക്കൾക്കും അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടായില്ല? എന്തുകൊണ്ട് ഈ കുട്ടി അവിടെ സേഫ് അല്ല? സെക്ഷൽ അബ്യൂസ് മാറ്റിവെക്കും, ശാരീരിക അബ്യൂസ് ഉണ്ട്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, മെന്റൽ ട്രോമയുണ്ട്. അപ്പൊ ഈ കുട്ടി അവിടെ സേഫ് അല്ല എന്നുള്ള തിരിച്ചറിവ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായതാണ്. അപ്പൊ എന്തുകൊണ്ട് അതിന് ഉചിതമായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തില്ല? ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ്. കാരണം ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ചും കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അസറ്റാണ്. അപ്പോൾ ആ കുട്ടിക്ക് വളർന്നു വരാൻ ഉചിത എവിടെ കണ്ടുവോ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം പീഡനങ്ങൾ നമ്മൾ സസ്പെക്ട് ചെയ്തിരിക്കുന്നു. ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഞാനടക്കം അതോടൊക്കെ എല്ലാവർക്കും, ഇത് കാണുന്നവർക്കൊക്കെ ഉള്ളിൽ ആശങ്ക. ഇപ്പോൾ വീട്ടിലെ പരിസ്ഥിതികളാണ് ഇത്തരം ദുരിതാവസ്ഥകളിലേക്ക് നയിക്കുന്നതെങ്കിലും സാധാരണ രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്ന ആളുകൾക്ക് പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് വല്ലാതെ ആശങ്ക തോന്നും. ഇതൊരു ആളുകളെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും, അല്ലേ, ഏറ്റവും നമ്മുടെ അടുത്ത ആളുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പേടി തോന്നുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പോകും. അങ്ങനെയും പാടില്ല. അപ്പോൾ എന്താണ് ഒരു അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളുടെ കാര്യത്തിൽ എടുക്കേണ്ട ഒരു ജാഗ്രത? നമ്മൾ ഏത് നിലയ്ക്കുള്ളൊരു മുൻകരുതൽ? അതൊരു ഭയത്തിലേക്കോ, അല്ലേ, എല്ലാവരും അവിശ്വസിക്കുന്ന നിലയിലേക്ക് പോകാതെ എന്ത് ജാഗ്രതയാണ് എടുക്കാൻ കഴിയുക? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണുന്നവർക്കും തോന്നുന്ന ഒരു ടെൻഷനായിരിക്കും. ഒരു കുട്ടി സെൽഫ് സഫീഷ്യന്റ് ആകുന്നത് വരെ ശരിയാണ് നമ്മൾ നോ പറയാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 വയസ്സ് മുതൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം. ഇത് പറയുമ്പോൾ പലപ്പോഴും പലരും നെറ്റി ചുളിക്കാറുണ്ട്, കുട്ടികളെയാണോ അനാവശ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ആണ് നമ്മുടെ സമൂഹത്തിന്. അങ്ങനെയല്ല, അവനവനെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ പ്രായത്തിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 90% പീഡനങ്ങളും പരിചയമുള്ളവരിൽ നിന്ന് തന്നെയാണ്. ഈ പരിചയമുള്ളവരെന്ന് പറയുമ്പോൾ ഉറ്റ ബന്ധുക്കളും അല്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നവരും പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നവരും അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുന്നവരും എല്ലാവരും അതിൽ വരും. അതിന്റെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ളവരോ എല്ലാവരും തന്നെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ ചോദിച്ചൊരു ചോദ്യം റെലവന്റ് ആണ്. എങ്ങനെ നമുക്ക് അവിശ്വസിക്കാൻ പറ്റും? നമ്മൾ മനുഷ്യരാകുമ്പോൾ മറ്റുള്ളവരെ വിശ്വസിക്കേണ്ടതല്ലേ എന്ന്. ശരിയാണ്. പക്ഷെ കുട്ടിയുടെ സേഫ്റ്റി വരുമ്പോൾ നമ്മൾ ഒരു കണ്ണും ചെവിയും എപ്പോഴും പേരൻസിൻ്റെത് കുട്ടികളുടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. കാരണം മിക്കവാറുമുള്ള എല്ലാ സെക്ഷൽ അബ്യൂസും ഞങ്ങളുടെ അടുത്ത് വരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ അപരിചിതരിൽ നിന്ന് വരത്തുള്ളൂ. കാരണം കുട്ടി കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സമ്മതിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പരിചയമില്ലാത്തവരുടെ അടുത്ത് കുട്ടി വഴങ്ങി കൊടുക്കത്തില്ല. അപ്പോൾ ഇത്തരം ഒരു ചൂഷണം വരാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം നമ്മളൊരു പ്രിവലൻസ് നോക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 മുതൽ 4% വരെ പ്രിവലൻസ് ഉണ്ട് ഇത്തരം വൈകൃത സ്വഭാവമുള്ളവർ. സാധാരണഗതിയിൽ അവസരം കിട്ടുമ്പോഴാണ് ഇത്തരം വൈകൃത സ്വഭാവം. ചില വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസുമൻ ഞങ്ങളോട്